നമ്മൾ ഒരുപാട് ചാനൽസുകളുടെ വീഡിയോസുകൾ കാണുന്നവരാണ്. പ്രത്യേകിച്ചും യൂട്യൂബിൽ ഒരുപാട് ചാനൽസുകൾ നിലവിലുണ്ട്. അതൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് നിരന്തരമായിട്ട് നമ്മൾ വീഡിയോസുകൾ കാണും. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒരുപാട് ചാനൽസുകളുണ്ട്. അതൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് വീഡിയോസുകൾ കാണാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് TV ചാനലുകൾ നിങ്ങൾ കാണാൻ സാധിക്കും. എന്നാൽ വാട്സപ്പിലും ഇപ്പോൾ ചാനൽസിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ വാട്സപ്പിൽ ഇത് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് വന്നിട്ടുണ്ടാകും. എന്താണ് ഈ ചാനൽസുകൾ, എങ്ങനെയാണ് ഇതിലേക്ക് നമുക്ക് വീഡിയോസുകൾ കാണാൻ സാധിക്കുക, എങ്ങനെയാണ് ഫോളോ ചെയ്യുക, എങ്ങനെയാണ് ചാനൽസുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നതും കൂടി. ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമുക്ക് ആദ്യം വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി വിളിച്ചതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ 3-4 ടാബുകൾ സാധാരണയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ രണ്ടാമത്തെ ടാബായ സ്റ്റാറ്റസിൻ്റെ ടാബിൽ ഇപ്പോൾ അപ്ഡേറ്റ്സ് എന്നൊരു ടാബാണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ തന്നെ നിങ്ങൾക്ക് ഒരു ചാനൽ ഫൈൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് എന്ന ഒരു പോപ്പപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലുകളും കാര്യങ്ങളും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ആദ്യമായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് നിങ്ങൾ ഇവിടെ ഗ്രീൻ കളർ കാണാൻ സാധിക്കും. അവിടെ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒരുപാട് ചാനൽസുകൾ കാണാൻ സാധിക്കും. വാട്സപ്പിൻ്റെ തന്നെ ഒരുപാട് ചാനൽസുകൾ. ഇതൊക്കെ നിങ്ങൾക്കിവിടെ ഫോളോ ചെയ്യാം. ഇവിടെ ഒരു പ്ലസ് ഐക്കൺ അതിൻ്റെ ചാനലിൻ്റെ വലതുവശത്ത് കാണാൻ സാധിക്കും. അവിടെയൊക്കെ നിങ്ങൾക്ക് പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇപ്പോൾ വാട്സപ്പിൻ്റെ തന്നെ 10 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. അതും നിങ്ങൾക്കിവിടെ ഫോളോ ചെയ്യാവുന്നതാണ്. പിന്നെ മോസ്റ്റ് ആക്റ്റീവ് എന്നും അതുപോലെ തന്നെ പോപ്പുലർ എന്നും ഇവിടെ ന്യൂ എന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ചാനൽസുകൾ വീണ്ടും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ഇവിടെ കാണാം. ഒരു സെർച്ച് ബാറുണ്ട്. അതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ചാനൽ സെർച്ച് ചെയ്ത് ഫൈൻഡ് ചെയ്ത് നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ കൺട്രി, ഞാനിപ്പോൾ കുവൈറ്റിലായതുകൊണ്ട് കുവൈറ്റ് എന്നാണ് ഇവിടെ ഉള്ളത്. അവിടുത്തെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺട്രിയിലുള്ള ചാനലുകൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഇന്ത്യ വേണമെങ്കിൽ നിങ്ങൾക്കിവിടെ ഇന്ത്യ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ സെർച്ച് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഇന്ത്യ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇന്ത്യൻ ചാനലുകൾ, ഒരുപാട് ചാനലുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനലുകൾ ഇവിടെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ, ഫോട്ടോസുകൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനും ആസ്വദിക്കാനും സാധിക്കും. ഇതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ ആരെ ഫോളോ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസോ ഒന്നും തന്നെ ഈ ഒരു അഡ്മിന് കാണാൻ സാധിക്കില്ല. ഇനി ആ അഡ്മിൻ്റെ നമ്പറോ കാര്യങ്ങളോ മറ്റോ ഒന്നും തന്നെ നമുക്കും കാണാൻ സാധിക്കില്ല. അത്രയും സെക്യൂറായിട്ടാണ് ഈ ഒരു വാട്സപ്പിൻ്റെ ചാനൽ എന്ന സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ചാനൽസ് എന്ന ഭാഗത്ത് നമുക്കിവിടെ ഫോളോ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും ഫോളോ ചെയ്യാം. അതിലേക്ക് ആ ചാനലിൻ്റെ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം ഫ്രീ ആയിട്ട് തന്നെ. അവർ അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഉടനെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് അക്സെപ്റ്റ് ആയിക്കൊള്ളും. അങ്ങനെ ഒരു ഓപ്ഷൻ തന്നെയാണ് ഇപ്പോൾ നമുക്ക് വാട്സപ്പ് തന്നിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് മുകളിൽ നിങ്ങൾക്ക് മൈ സ്റ്റാറ്റസ് എന്ന ആ ഒരു ഓപ്ഷൻ, നമുക്ക് നേരത്തെ സ്റ്റാറ്റസിൻ്റെ ആ ഒരു ഓപ്ഷൻ ഇവിടെ ചാനൽസിൻ്റെ മുകളിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ മൈ സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യാം. ഇനി നമ്മൾ ആരെങ്കിലും സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതും ഈ ഒരു ഭാഗത്ത് തന്നെ, അതായത് ഈ സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഫൈൻഡ് ചാനൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു ചാനൽ ഫോളോ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ വാട്സപ്പിൻ്റെ തന്നെ ചാനൽ ഇവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഇപ്പോൾ ഫോളോ ചെയ്തിട്ടുണ്ട്, ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ വാട്സപ്പിൻ്റെ തന്നെ ആ ഒരു ചാനലിൻ്റെ അകത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി അവർ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നമുക്കിതിലേക്ക് കാണാൻ സാധിക്കും. നോട്ടിഫിക്കേഷൻ ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് ബാക്ക് വരാം. നമ്മളിപ്പോൾ ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലുള്ള അപ്ഡേറ്റുകൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, വാട്സപ്പിൻ്റെ പുതിയ പുതിയ ഫീച്ചറുകളും ഒക്കെ ഇവർ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും. ഇനി നമുക്കത് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഫോളോയിങ് എന്ന ഭാഗത്ത് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് അതിനുശേഷം ഇവിടെ അൺഫോളോ ഉണ്ട്, അൺഫോളോ ചെയ്യാനും സാധിക്കും.
ഇനി നമ്മളതായിട്ടുള്ള ഒരു ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും? പക്ഷേ അതൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. നമുക്ക് വാട്സപ്പിൽ ബിസിനസ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ബിസിനസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമുക്കത് പെട്ടെന്ന് തന്നെ എടുക്കാൻ സാധിക്കുമല്ലോ. പക്ഷേ നമുക്ക് വെരിഫൈഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് അക്കൗണ്ട് തന്നെ വാട്സപ്പിൽ വേണം. അതിനു പുറമെ ഒരുപാട് നിബന്ധനകൾ വാട്സപ്പ് ഇങ്ങനെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് വാട്സപ്പ് നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഒരു വീഡിയോ മൊത്തമായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. അടുത്ത വീഡിയോയിൽ നമുക്കിത് ഡീറ്റെയിൽഡായിട്ട് പരിചയപ്പെടാം. എന്തായാലും ചാനൽ ഇപ്പോൾ ഓപ്പണായി കഴിഞ്ഞു. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ ഇപ്പോൾ വാട്സപ്പിൽ നമുക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വാട്സപ്പിൽ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫോട്ടോസുകൾ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ വരും. സാധാരണ നമുക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്ന ഓപ്ഷനുകളുണ്ടല്ലോ, അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പിലും വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്ന ഓപ്ഷനുകൾ വരും. അതുപോലെ തന്നെ ഇതിലും ക്രൈറ്റീരിയകൾ ഉണ്ടാകും. നമുക്ക് ഏണിങ്സ് കിട്ടാനുള്ള സാധ്യതയും ഇതിൽ ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷനുകൾ കൊണ്ടുവരാൻ തന്നെയാണ് വാട്സപ്പ് ഇപ്പോൾ ഇങ്ങനെയുള്ള ചാനൽസ് ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ വാട്സപ്പിലൂടെ തന്നെ നമുക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ പുതിയ നല്ല അപ്ഡേറ്റുകൾ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി അല്ലെങ്കിൽ ഇഷ്ടമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.